മലയാളം സിനിമ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ ഓണം റിലീസുകളിൽ ഒന്നായ ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പ്രേമലു എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ഗിരീഷ് AD സംവിധാനം ചെയ്യുന്ന ചിത്രം, കൂടെ നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന കോംബോ. പോരെങ്കിൽ നിർമ്മിക്കുന്നത് ഭാവന സ്റ്റുഡിയോസും. സിനിമയെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും കാസ്റ്റ് ആൻഡ് ക്രൂ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ കത്തുന്ന ചൂടൻ ഗോസിപ്പുകളും റൂമറുകളും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ സിനിമയുടെ റിലീസ് ഡേറ്റിലേക്ക് വരാം. ഓണം റിലീസായി ഓഗസ്റ്റ് 20-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ ഓണക്കാലം ഒരു ഒന്നൊന്നര ബോക്സ് ഓഫീസ് യുദ്ധത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പൃഥ്വിരാജിൻ്റെ ഖലീഫ, ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം എന്നിവയോടൊപ്പമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ മാറ്റൊരുക്കുന്നത്. എന്താണ് ഈ സിനിമയുടെ കഥ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കത്തോലിക്ക ഇടവകയിലെ കുടുംബ യൂണിറ്റ് പശ്ചാത്തലമാക്കിയാണ് ഈ കോമഡി ഡ്രാമ ഒരുക്കിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന നായകൻ അവിചാരിതമായി ഈ ലോക്കൽ ചർച്ചാ കമ്മിറ്റിയുടെ കുടുംബ യൂണിറ്റിൻ്റെയും കേന്ദ്ര ബിന്ദുവായി മാറുന്നു. അവിടെ വെച്ച് തികച്ചും അപ്രതീക്ഷിതമായ ഒരു പ്രണയം മുട്ടിടുന്നു. വലിയ പ്രായവ്യത്യാസമുള്ള 2 വ്യക്തികളിൽ തമ്മിലുള്ള ഈ പ്രണയവും അതിനെ തുടർന്ന് ആ നാട്ടിലെ കുടുംബ യൂണിറ്റിൽ ഉണ്ടാകുന്ന പുകിലുകളും പരദൂഷണങ്ങളും കോമഡി മുഹൂർത്തങ്ങളുമാണ് സിനിമയുടെ കാതൽ. ഗിരീഷ് ADയുടെ മുൻ സിനിമകളെല്ലാം ഒരേ പ്രായത്തിലുള്ള കോളേജ് അല്ലെങ്കിൽ സ്കൂൾ പ്രണയങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു പ്രായവ്യത്യാസമുള്ള പ്രണയത്തെ തികച്ചും ഹ്യൂമറസായി അവതരിപ്പിക്കുന്ന എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വമ്പൻ റൊമാൻറ്റിക് കോമഡി ഡ്രാമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഇതിൻ്റെ കാസ്റ്റിങ്ങിലുണ്ട്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ കുടുംബ യൂണിറ്റിലെ പ്രധാനികൾ. നിവിൻ പോളി. തൻ്റെ പഴയ കോമഡി ട്രാക്കിലേക്ക് നിവിൻ പോളി ശക്തമായി തിരിച്ചെത്തുന്ന ചിത്രമായിരിക്കും ഇത്. ഗിരീഷ് ADയുടെ തനത കൗണ്ടറുകളും നിവിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കും. മമിത ബൈജു. പ്രേമലുവിലെ റീനുവിലൂടെ സൗത്ത് ഇന്ത്യൻ മുഴുവൻ ആരാധകരെ നേടിയ മമിതയുടെ മറ്റൊരു തകർപ്പൻ പെർഫോമൻസ് നമുക്കിതിൽ പ്രതീക്ഷിക്കാം. നിവിൻ പോളിയുമായുള്ള സ്ക്രീൻ കെമിസ്ട്രി കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. സംഗീത് പ്രതാപ്. പ്രേമലുവിലെ അമൽ ഡേവിസ് എന്ന ഒരൊറ്റ കഥാപാത്രം മതി സംഗീതിനെ മലയാളികൾക്ക് ഓർക്കാൻ. ഇതിലും മികച്ചൊരു കോമഡി വേഷത്തിലാണ് താരം എത്തുന്നത്. വിനയ് ഫോർട്ട്. പ്രേമം സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയും വിനയ് ഫോർട്ടും ഒന്നിക്കുന്ന കോംബോയും കൂടിയാണിത്. ശ്യാം മോഹൻ. പ്രേമലുവിലെ ആദി എന്ന കൾട്ട് ക്യാരക്ടറിലൂടെ തിളങ്ങിയ ശ്യാം മോഹൻ വീണ്ടും ഗിരീഷ് AD ചിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ബിന്ദു പണിക്കർ, സുരേഷ് കൃഷ്ണ. കോമഡി ടൈമിങ്ങിൽ ഞെട്ടിക്കാൻ പോകുന്ന മുതിർന്ന താരങ്ങൾ, പ്രത്യേകിച്ച് സുരേഷ് കൃഷ്ണയുടെയും ഈയിടെ ഇറങ്ങിയ കോമഡി വേഷങ്ങൾ പോലെ വിപ്ലവകരമായ ഒന്നായിരിക്കും ഇതും. ശൃന്ദ, മീനാക്ഷി രവീന്ദ്രൻ. ഇവരെ കൂടാതെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളം സിനിമയിലെ ഹിറ്റ് മേക്കേഴ്സ് ഒന്നിക്കുന്ന അണിയറ പ്രവർത്തകരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി. സംവിധാനം, രചന ഗിരീഷ് AD. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച സംവിധായകൻ കിരൺ ജോസിക്കൊപ്പമാണ് ഗിരീഷ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. നിർമ്മാണം ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവരുടെ ഭാവന സ്റ്റുഡിയോസാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. കുംബ്ലങ്ങി നൈറ്റ്സ്, ജോജി, പ്രേമലു തുടങ്ങിയ ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച ഈ ബാനറിൻ്റെ പേര് തന്നെ സിനിമയുടെ ക്വാളിറ്റിയുടെ ഗ്യാരണ്ടിയാണ്. സംഗീതം, വിഷ്ണു വിജയ്. പ്രേമലുവിലെ തല്ലുമാലയിലെയും പാട്ടുകൾ ട്രെൻഡിംഗ് ആക്കിയ വിഷ്ണു വിജയിൻ്റെ സംഗീതം ഈ സിനിമയുടെ മറ്റൊരു പ്രധാന ആകർഷണമായിരിക്കും. ഛായാഗ്രഹണം, എഡിറ്റിംഗ്. അജ്മൽ സാബു ക്യാമറ ചലിപ്പിക്കുമ്പോൾ ആകാശ് ജോസഫ് വർഗീസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. പ്രേമലു ടീം ക്യാമറയ്ക്ക് പിന്നിൽ വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇനി നമുക്ക് പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ചില ചൂടൻ റൂമറിലേക്ക് വരാം. പൂർണ്ണമായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇൻഡസ്ട്രിയിൽ ശക്തമായ ചില കേട്ടുകേൾവികൾ ഇവയാണ്. നിവിൻ പോളിയും മമിത ബൈജുവും തമ്മിലുള്ള പ്രായവ്യത്യാസത്തെക്കുറിച്ച് സിനിമ പ്രഖ്യാപിച്ച സമയം മുതൽ ചില ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ കഥയിൽ തന്നെ ഇരുവരും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് പ്രണയമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് സംവിധായകൻ വ്യക്തമാക്കിയതോടെ
ഈ പ്രായവ്യത്യാസത്തെ സിനിമയിൽ തന്നെ ട്രോളുകളിലൂടെയും ഹ്യൂമറിലൂടെയും അണിയറ പ്രവർത്തകർ പൊളിച്ചടുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫഹദ് ഫാസിലിൻ്റെ കാമിയോ റോൾ. സിനിമയുടെ നിർമ്മാതാക്കളായ ഒരാളായ ഫഹദ് ഫാസിൽ ഈ ചിത്രത്തിൽ ഒരു പ്രധാന കാമിയോ റോളിൽ എത്തുന്നുണ്ടെന്ന് സിനിമാ ഗ്രൂപ്പിൽ ശക്തമായ റൂമറുണ്ട്. എന്നാൽ ഈ ചിത്രത്തിൽ നിവിൻ പോളിക്കൊപ്പം ഫഹദ് ഫാസിലും കൂടി ഒരു സീനിൽ വന്നാൽ തിയേറ്ററിൽ പൂരമാകുമെന്ന് ഉറപ്പാണ്. പ്രേമലു യൂണിവേഴ്സ് കണക്ഷൻ. സിനിമയുടെ അണിയറ പ്രവർത്തകരും ഭൂരിഭാഗം അഭിനേതാക്കളും പ്രേമലു ടീം ആയതുകൊണ്ട് തന്നെ പ്രേമലുവിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ, ഉദാഹരണത്തിന് അൽതാഫ് അല്ലെങ്കിൽ സച്ചിൻ, ഈ സിനിമയിൽ ഒരു ക്രോസ് ഓവറായി വന്നു പോകുമോ എന്നൊരു തിയറി ആരാധകർക്കിടയിലുണ്ട്. എന്തായാലും നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവും മമിതയുടെ ക്യൂട്ട് പെർഫോമൻസ് കാണാൻ ഈ ഓണത്തിന് തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.